ഹായ് ഹലോ എല്ലാവർക്കും സഫി സോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ ഞാൻ എൻ്റെ മക്കൾ പഠിക്കുന്ന, അതായത് എൻ്റെ മോള് SPCയിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ മോള് പഠിക്കുന്നത് സെൻറ്റ് ഗൊരിറ്റീസ് നാലാഞ്ചിറ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. മോൾ അവിടെ ഇനി 9-ലോട്ടാണ്, ഇപ്പോൾ ജയിച്ചിട്ടുണ്ട്, 9-ലോട്ടാണ്. അപ്പോൾ മോള് പഠിക്കുന്നത് അവിടെയാണ്. മോനും അവിടെ തന്നെയാണ് പഠിക്കുന്നത്, സെൻറ്റ് ഗൊരിറ്റീസിൽ തന്നെയാണ് പഠിക്കുന്നത്. നല്ല ക്യാമ്പസാണ്. നല്ല ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മറ്റേ വിശാലമായ ഷോറൂം എന്ന് പറയുമ്പോൾ അത്രയും വലിയ ഒരു വലിയൊരു ക്യാമ്പസാണ് അവർക്കുള്ളത്. അപ്പം ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞാൽ മക്കൾ മുമ്പ് പഠിച്ച സ്കൂളിലെന്ന് പറഞ്ഞാൽ അത്ര വലിയ ക്യാമ്പസ് അല്ല, ഒരു ചെറിയ സ്കൂളാണ്. അത് വീടിനടുത്ത് തന്നെയുള്ള, എന്നാൽ അവിടെയും നല്ല പഠിപ്പിച്ചിരുന്നു കേട്ടോ, നല്ല പഠിപ്പിച്ചിരുന്നു. അടിസ്ഥാന വിദ്യാഭ്യാസം അവർക്ക് അവിടെ നിന്ന് നല്ല രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളതും. അപ്പോൾ അടുത്ത് ഇവരിപ്പോൾ ഈ സ്കൂളിലോട്ട് പോകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയണമല്ലോ. ഇപ്പോൾ ഈ നടക്കുന്നത് സ്കൂളിലല്ല, ഇത് വേറൊരു സ്ഥലത്താണ്, ഒരു ഗ്രൗണ്ടിലാണ് ഇതിപ്പോൾ നടക്കുന്നത്. സീനിയർ ആയിട്ടുള്ള കുട്ടികളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ഇങ്ങനെ യൂണിഫോമിൽ കാണാൻ എന്ത് രസമാണെന്നറിയോ, ഓരോ മക്കളും നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോഴിങ്ങനെ ഞാൻ വിചാരിക്കും ഇവരൊക്കെ ഇനി പോലീസ് ആവുമോ. ഇപ്പോൾ ഈ പരേഡ് നടത്തി നടന്നു വരുന്ന കുട്ടിയില്ലേ, മോളോട് ഞാൻ ചോദിച്ചു പോലീസ് ആവുമോ എന്ന്. അപ്പോൾ ആവുമെന്ന് പറഞ്ഞു. പക്ഷേ ആ യൂണിഫോം ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനാണ്, അത് ചേരുന്നുണ്ട്. ചില ഡ്രസ്സ് ചിലർക്ക് ചേരുമെന്ന് പറയില്ല, അത് കണക്ക് നല്ല മോളാണ്, അത് നമുക്ക് നന്നായിട്ട് ചേരും. അപ്പോൾ മോളാണ് അവിടുത്തെ ഒരു എന്താ പറയുക, ഓൾ ഇൻ ഓൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തതും ഒക്കെ. അപ്പം അവിടുത്തെ ഈ കുട്ടികളെ ഇങ്ങനെ പ്രാപ്തരാക്കുന്നതിന് വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത് ജോളി മിസ്സും അരുൺ സാറുമാണ്. എന്തുണ്ടെങ്കിലും ഇപ്പം ഞാൻ തന്നെയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് പെട്ടെന്ന് വിളിക്കുന്നത് അരുൺ സാറിനെ ആയിരിക്കും. ഇങ്ങനൊരു പരാതി ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നത് അരുൺ സാറിനോടാണ്. അപ്പോൾ സാർ പെട്ടെന്ന് അതിനൊരു തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ തീരുമാനം പറയും, ഇതിങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്ന് പറയും. നമുക്കൊരു സപ്പോർട്ടുണ്ട് അവിടെ നിന്ന് തന്നെ. അപ്പോൾ അതൊരു എൻ്റെ നാട്ടുകാരനും കൂടിയാണ് അരുൺ സാർ, എൻ്റെ സ്വന്തം നാട്ടുകാരനാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ സ്കൂളിൽ ചേർക്കുന്നതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ, സ്കൂളിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമല്ലോ, ഏതൊക്കെ സ്കൂളിൽ ചേർക്കണം, ഏത് സ്കൂളിൽ ചേർത്താൽ നല്ലതായിരിക്കും എന്നൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് എനിക്ക് പുറത്തുനിന്ന് കിട്ടിയ കുറേ പേരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് കിട്ടിയതാണ് ഈ സെൻറ്റ് ഗൊരിറ്റീസ്. അപ്പം ഞാൻ അങ്ങനെയാണ് മോളവിടെ ചേർക്കുന്നത്. ചേർത്തപ്പോൾ തന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം മോളെ സംബന്ധിച്ചിടത്തോളം അവൾ ഓക്കെയാണ്. അവൾക്ക് അവളുടെ സംശയങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന, അല്ലെങ്കിൽ അവൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ക്ലാസ് എടുക്കുന്ന അടുത്താണെങ്കിൽ അവൾ ഓക്കെയാണ്. അപ്പോൾ എന്തായാലും ഇതിപ്പം സെൻറ്റ് ജോൺസും സെൻറ്റ് ഗൊരിറ്റീസും കൂടിൻ്റെയും പാസ് ഔട്ടാണ് നടക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ബെസ്റ്റ് കാഡറ്റും അങ്ങനെയൊക്കെ ഒരുപാട് അവരുടെ കുറേ പ്രൊസീജിയേഴ്സൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതാണ് സ്കൂളിൻ്റെ മൊത്തത്തിൽ, അതായത് 2 സ്കൂളിൻ്റെയും ഫുൾ സൈസ് ഫുൾ ഫോട്ടോസ് ഉണ്ട്. ഫുൾ ഫോട്ടോയൊക്കെ എടുത്തിരുന്നു. ഇതിപ്പം ഞാൻ ആരുടെയൊക്കെ എവിടെയൊക്കെ എടുത്തു എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും എല്ലാം എടുത്തിട്ടുണ്ട്. പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് സ്കൂൾ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഒരു അച്ചടക്കം. മോളെ ഞാൻ SPCയിൽ മോള് തന്നെയാണ് ചേർന്നിട്ട് വന്നത്. ചേർന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അവരുടെ ആ ഒരു ഭാവിയിലോട്ടുള്ള ഒരു ചുവടുവയ്പ്പ്, അവരപ്പോൾ കുറച്ചും കൂടി ഉത്തരവാദിത്വമുള്ള പൗരരായിട്ട് വളരും എന്നുള്ളതാണ്. പിന്നെ എന്താ പറയുക, സ്കൂളിൽ മറ്റ് ടീച്ചർമാരാണെങ്കിലും എല്ലാവരും, സിസ്റ്ററൊക്കെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ ഇതാണ് മോള് കേട്ടോ, മോള് ശ്രുതിയുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളും കൂടെ ഒരു സെൽഫി ഒപ്പിച്ചതാണ്. പോട്ടെ. അപ്പോൾ എല്ലാവരുമായിട്ടും ഭയങ്കര കൂട്ടാണ്. നമുക്കിപ്പം എന്താ പറയുക, നമ്മളൊരു സ്കൂളിൽ നമ്മുടെ കുട്ടികളെ വിടുമ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് നമ്മുടെ കുട്ടികളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റണം. അങ്ങനെയുള്ളൊരു സ്ഥലമായിരിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് സെൻറ്റ് ഗൊരിറ്റീസ് സ്കൂള് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ മക്കൾ 2 പേരും അവിടെയാണ് പഠിക്കുന്നത്. ഇത് അവർക്ക് പരേഡിനൊക്കെ വന്നിരുന്ന സാറാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.